അവള് 6 മാസത്തിന് ഞാൻ തരാന്ന് പറഞ്ഞല്ല. എന്തൊരു 60,000 രൂപ? അത് എനിക്ക് വാങ്ങിക്കാൻ അറിയാം, അത് അവള് പറയുകയും ചെയ്ത്. ഡേയ്, ഇത് കഴിഞ്ഞ വർഷം അവള് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചൂടാക്കാൻ വേണ്ടി പ്ലഗ് ചെയ്താ ചിലപ്പോ ചൂടങ്ങ് കയറും, കയറിക്കൊണ്ടിരിക്കും. ഇനി കയറിയില്ലാന്ന് വൈ, പിന്നെ കയറിയില്ല. അങ്ങനെ എടാ, ഇപ്പൊ ചിലപ്പോ നമ്മള് പ്ലഗ് കൊടുക്കൂലേ, ടക്കനെ അങ്ങ് ചൂടാവും, പെട്ടെന്ന് അങ്ങ് പഴുത്ത് കയറുകയും ചെയ്യും. ചില സമയം നമ്മൾ പ്ലഗ് കൊടുത്ത് നോക്കിയാണ് ചൂട് കയറിയില്ല. ഇത് ജപ്പാൻ സാധനമാണ് കേട്ടാ. ജപ്പാനോ ചൈന എന്തിനാണ് ശരിക്കും പറഞ്ഞാലേ, ഞാൻ ഇതാ ജംഗ്ഷനിൽ കൊടുത്ത് ശരിയാക്കാൻ പോയതാണ് ജപ്പാൻ ബാബുവിന്റെ കടയിൽ. പിന്നെ ഇതുവഴി വന്നപ്പോ പിന്നെ നിന്റെ അടുത്ത് തന്നെ തരാന്ന് വിചാരിച്ച്. എന്റെ വിധി. എന്നാ നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ 1 മണിക്കൂറിന് ശരിയാക്കി തരാം. ഇല്ലടാ, പോയിട്ട് അത്യാവശ്യമുണ്ട്, നീ ശരിയാക്കി വെച്ചായി. ഇല്ലടാ, ഇപ്പൊ റെഡി തരാം. ശരിയാക്കി വേടാ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞല്ല. അടേ, നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഇപ്പൊ ഫോൺ ചെയ്യാൻ തുടങ്ങിയുള്ളൂ. ആര്? പോടാ, കള്ളം പറയാതെ കാര്യം പറയടാ. 2 ദിവസം കൊണ്ട് ഭയങ്കര ടെൻഷനടേ. എന്താ? നമുക്ക് പരിചയമുള്ള ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവൻ ഉടൻ പോവും. പോണതിന് മുമ്പ് അത് ചുളുവിൽ ഞാൻ അടിച്ചെടുക്കണം. പിന്നെ അടിച്ചെടു. പക്ഷേ 35,000 രൂപ കൊടുക്കണം. കൊടു. എൻ്റെ അവിടെ നിന്നാടാ 35,000 രൂപ. പിന്നെ എന്തൊരു അല്ലേ, നീ താ 35,000 രൂപ. നീ തരുമ്പോ ഞാൻ ആ സാധനം വാങ്ങിക്കും, എന്നിട്ട് അത് ഞാൻ നിന്റെ തരും. അത് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു 50,000 രൂപ ഇങ്ങോട്ട് താടേ. എങ്ങനെ? എടാ, 35,000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് ഞാൻ നിനക്ക് തരും. നീ ഒരു 50,000 രൂപ. മനസ്സിലായി. അതായത് 35,000 രൂപ ഞാൻ നിനക്ക് തരുമ്പം നീ ആ സാധനം വാങ്ങിച്ച് ഇവിടെ വയ്ക്കും, എന്നിട്ട് നീ എനിക്ക് തരുമ്പം ഞാൻ നിനക്ക് വീണ്ടും 50,000 രൂപ തരണം. അപ്പൊ എല്ലാം കൂടെ 85,000 രൂപ. എടാ പോടാ പുല്ലേ, പിന്നെയും പറ്റിക്കാനുള്ള പരിപാടി കൊണ്ട് വന്നിരിക്കണവേ. ഡൈ, മര്യാദയ്ക്ക് ശരിയാക്കി ഇവിടെ വാങ്ങിച്ച് വയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ട് നിന്റെ തന്നാല. എന്നിട്ട് 85,000 രൂപ തന്നാ മതിയാ? നല്ല ഉഗ്രം സാധനങ്ങളാണ്. പോടാ, ഞാൻ ഇങ്ങോട്ട് പോയാ പോയി, ഞാൻ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എനിക്കറിയാം വന്ന് കയറിയ ഏണിയാണെന്ന് അറിയാലോ. ഇതുപോലെ ഒന്നത്തെ സാധനമല്ല. ഇവിടെ ഒന്ന് ശരിയാക്കി വയ്യടേ അണ്ണാ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമനേ ജീവന അമൃതക. എന്ത് പാട്ട് നിർത്തിയത്? ഞാൻ ആസ്വദിച്ച് വരായിരുന്നു. നിന്റെ നല്ല ശബ്ദമാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? പെട്ടെന്നൊന്നും തോന്നിയതല്ല, പണ്ടേ തോന്നിയതാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് പറയാൻ സമയം കിട്ടിയത്. നീ എന്ത് കൊച്ചിലെ പാട്ട് പഠിക്കാത്ത? എത്ര രൂപ വേണ്ടേ? 1000? 5000? ഭയങ്കര സാധനം തന്നെ. എന്റെ മനസ്സിലുള്ള ഒക്കെ വായിച്ചളായി കള്ളി. അമ്മേ, എനിക്കൊരു 50 രൂപ വേണം. എന്തിനാ? എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ വരുന്നു പോകാനാ. ഏത് ഫ്രണ്ട്? എൻ്റെ ക്ലോസ് ഫ്രണ്ട്. പോയിട്ട് പോരും. ഒരു ഈവനിങ്, വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താം. വൈകുന്നേരം ഇവിടെ എത്തണം. ഓ പോ. അല്ല, അച്ഛൻ എന്തിനു ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങണേ? പൈസക്കാ? തപ്പടാ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുതിർന്നവർ സംസാരിക്കേണ്ടതിന്റെ ഇടയിൽ കയറി വരരുത്. ഞാനും വലിയ ആളായി, ഞാനും ഇനി എല്ലാ ഇതിലും തലയിടും. എടാ, ഞാൻ അവളെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് വരാനടാ. എൻ്റെ ഇടയ്ക്ക് ഇടയിൽ കൂടെ കയറി വന്നോ ഈ ഞാൻ പേച്ച് പോലെ. അമ്മേ, അച്ഛന് ആവശ്യമില്ലാതെ പൈസ കൊടുക്കല്ല കേട്ടാ. ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു, നാട് വിട്ടുകളയല്ലേ. അച്ഛൻ്റെ ഒരു അമ്മേന്റെ പേഴ്സണൽ ഞാൻ പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കാര്യം വെച്ച് പറഞ്ഞു, എനിക്ക് പൈസ തരണം, അത്യാവശ്യമാണ്. പൈസ എത്രയാ വേണ്ടേ പറ. ഒരു 35,000 രൂപ. 35,000 രൂപ പോയ ബലു മനുഷ്യൻ ടെൻഷൻ എടുപ്പിക്കാതെ. ആ ബാസിയുടെ പൈസ 6 മാസത്തിനകം കൊടുക്കണം. 60,000 രൂപയാണ് കടോട്ടേക്ക് വെച്ചേക്കണം. കൊടുക്കണ്ടേ അത്? അത് ഞാൻ കൊടുക്കാം. ഇത് ഞാൻ വേറൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനറിയാമോ? അത് ഞാൻ നിന്റെ പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. മിണ്ടരുത്. ഈ പരിസരത്ത് കണ്ടുപോരുത് പൈസയുടെ കാര്യം പറഞ്ഞു. പോ ബാലു. ഇത് വിളിച്ചെന്ത്? പൈസ റെഡിയാ? ഇല്ലടേ, അയാൾ പൈസക്ക് അത്യാവശ്യമായിട്ട് ഓടി നടക്കാൻ 2 ദിവസം കൂടെ നോക്കും. അത് തന്നെ വേറെ രീതിയിൽ കൊടുക്കും. പിന്നെ എന്നോട് പറയാൻ നിൽക്കരുത് കൊടുത്തേണ്ട്. ഷുഗറേ, നീ ഒരു കാരണവശാലും അത് വിൽക്കാൻ സമ്മതിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കും. എപ്പം ഒപ്പിക്കാടേ? സമയമില്ലെന്ന് കൊടുത്തോളാം. നീ പോ ചെറുക്കാൻ പറഞ്ഞു. പോ, നീ മരത്തിന് വേണ്ടി പോയി. പോ. എന്താ? അല്ല, അച്ഛനെന്ത് ഇവിടെ നിൽക്കണ? അല്ല, കാറ്റടാ. നീ പോണില്ലേ? എന്താ, ഞാൻ ഇവിടെ നിന്ന് കാറ്റ് വീശൂലേ?
അതല്ലടാ നീ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? അല്ല അത് ഞാൻ പൊക്കോളാം. ആ. അല്ല ഇത്തിരി മുമ്പ് അച്ഛനൊപ്പം ഒരാളിവിടെ നിന്നല്ല. ഇവിടെ ആരുമില്ല. ആളുടെ ആകാശത്തോട് പറഞ്ഞു ഞാൻ ഇത്തിരി മുമ്പ് ഉണ്ടല്ലോ ഇവിടെ നിൽക്കണേ. ആളാ? ആ ആള് അവിടത്തെ ആളടാ. അയാൾ അവിടുത്തെ അങ്ങ് പോയി. ആള് പോയി. ഇതാച്ചാ അനാവശ്യമായിട്ട് ഓരോ പണി ഒപ്പിക്കല്ലേ. അടങ്ങി മിണ്ടാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അച്ഛനും കൊള്ളാം. ഡേയ് ആ ഞാൻ നിന്റെ അച്ഛനാണ്. ആ സ്നേഹം കൊണ്ട് തന്നെ പറഞ്ഞ മിണ്ടാണ്ടിരിക്കാൻ. പോടാ പോ. എന്തേ ഡേയ് ഞാൻ പൈസ ഒപ്പിക്കാം. നീ പോ. വിളിക്കണേ പെട്ടെന്നാണോ? ഓ അയ്യോ അല്ല ജപ്പാ സാധനം. ഹുഫ്. ഒരു 35,000 രൂപ കിട്ടിയെങ്കിൽ ഭഗവാനേ ഒരു കളി കളിക്കായിരുന്നു. അച്ഛാ നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വന്നാലോ? നോക്കാം. എന്നാ ഞാനും വരുന്നു. നമുക്ക് കുളത്തിലൊക്കെ ഒന്ന് കുളിക്കാലോ? എനിക്കും കുളത്തിൽ കുളിക്കാൻ ഇഷ്ടം അച്ഛാ. അച്ഛൻ്റെ മനസ്സ് ആകെ ചള കുളമായിരിക്കണം മക്കളെ. അല്ലെങ്കിൽ കുളത്തിൽ പോയി കുളിക്കായിരുന്നു. എന്താ അച്ഛാ പറ്റിയേ? ഓ ഒന്നുമില്ല. അച്ഛന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു തരിക, നിങ്ങളെ ടൂറിന് കൊണ്ടുപോവുക, ഒന്നും നടക്കണില്ല. സത്യം പറ, നിങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഞങ്ങൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല. അച്ഛൻ പാവമല്ലേ. അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണമല്ല അച്ഛൻ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകാത്ത. എന്നാലും അച്ഛൻ ഒരു അച്ഛനല്ലേ മക്കളെ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അഥവാ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സമ്മതിക്കൂല. അമ്മ സമ്മതിക്കൂലേ? സത്യം. ചില സമയം അവളെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഞാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കുറച്ച് കാശ് ചോദിച്ചു. തന്നില്ല അവള്. 2 ദിവസം കഴിഞ്ഞ് ലാഭം കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ കൊണ്ട് ടൂർ പോവാം, ഡ്രസ്സൊക്കെ എടുത്തു തരാം, പുറത്ത് പോയി ആഹാരം കഴിക്കാന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾക്ക് വിധിയില്ല. അച്ഛൻ എത്ര രൂപ അമ്മയോട് ചോദിച്ചേ? 35,000 രൂപ. അയ്യോ അത് കുറച്ച് കൂടിപ്പോയില്ലേ അച്ഛാ? ഇടി കൂടിയൊന്നുമില്ല. അവൾ വിചാരിച്ച എനിക്ക് അത് ഉണ്ടാക്കി തരാമെന്നുള്ളതേ ഉള്ളൂ. ആ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഉരുകി ഉരുകി തീരട്ട്. അച്ഛാ ഇനി ഇതൊക്കെ കേട്ട് വിഷമിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് അച്ഛന് പൈസ അവിടെ ഒന്ന് പറയല്ലേ? പറയുമോ? പറയൂലേ? പൊയ്ക്കോ. ബാ. അമ്മേ അച്ഛൻ ശരിക്കും പാവല്ലേ? പിന്നെ അമ്മ ഭയങ്കരിയാ. പിടിച്ചേ. അമ്മ ഭയങ്കരല്ല, അമ്മ പാവാ. പക്ഷെ മക്കളെല്ലാം കുഴപ്പക്കാരാ. അമ്മയല്ലേ എപ്പോഴും പറഞ്ഞേ അച്ഛൻ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുവാന്ന്? അത് അമ്മ മാത്രം പറയുന്ന കാര്യമല്ലല്ലോ, വീട്ടിലെല്ലാവരും പറയുന്ന കാര്യമല്ലേ. അമ്മേ അങ്ങനെ ഒരാളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു നല്ല കാര്യമല്ലല്ലോ. അല്ല അല്ലേ? അമ്മ ഇനി തൊട്ട് അച്ഛൻ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്നാ മക്കൾ പറ, അമ്മ എന്താ ചെയ്യട്ടെ? അമ്മേ അച്ഛനില്ലേ പുതിയ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആ അച്ഛന് ഒരു പ്ലാൻ ഇല്ലല്ലോ, അച്ഛന് ഒരുപാട് പ്ലാൻ ഉണ്ട്. അത് അമ്മയ്ക്ക് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ. അമ്മേ നിങ്ങൾ കാര്യം മത്സരിക്കാതെ കാര്യം പറയാം. ഇത് കാര്യം മത്സരിക്കാതെ കാര്യം പറയാന്നാ? എന്നാ കാര്യം അല്ല കാര്യം കാര്യത്തിൽ നിന്ന് വിട്ടുപോകാതെ കാര്യം അതെ ആ, കഴിഞ്ഞ്. അമ്മേ അച്ഛനൊരു 35,000 ചോദിച്ചില്ലായിരുന്നോ? അതങ്ങ് കൊടുത്തേക്ക്. ശരി. അമ്മ ഇത് ആലോചിക്കാതെ ഇരുന്നില്ല. അച്ഛൻ ചോദിച്ചപ്പോ തൊട്ട് അമ്മ ആലോചിക്കുക അത് കൊടുത്താലോ എന്ന്. തീർച്ചയായും കൊടുക്കണം അമ്മ. എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞല്ലേ, കൊടുത്തേക്കാം അല്ലേ? ഒരു കാര്യം ചെയ്യാം, അമ്മ 35,000 രൂപ തരാം, മക്കൾ തന്നെ അച്ഛൻ്റെ കൊണ്ട് കൊടുക്കത്. അപ്പം അച്ഛനൊരു സന്തോഷവും. പാവമല്ലേ അല്ലേ? ഇവിടെ തന്നെ നിൽക്കട്ടാ, അമ്മ ഇപ്പം എടുത്തിട്ട് വരാം. അവിടെ പോകരുത്. വട്ടായ ശിവ കഴുതേ പോത്തു പോലെ ആയല്ല. വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായില്ലേ? മേലെ മിണ്ടി പോരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്തേ റെഡിയാ? ഷുക്കൂറെ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാ? സാറേ നല്ല ഒറിജിനൽ സാധനം, ജപ്പാനാ. എനിക്ക് കിട്ടൂലാട്ടോ അതുള്ള സാധനം. പൈസ ശരിയാക്കടേ. എപ്പത്? നാളെ. നാളെ ലോട്ടറിക്കാരെ പോലെ ഒന്ന് റെഡിയാക്കിയല്ലേ വെറുതെ. ആ ഡേ ദാ പറഞ്ഞ അവന് ഞാൻ ഒരു സാധനം എടുത്ത് കൊടുക്കാണ്ട്. ആ എന്താണ് സുക്കൂറെ? ആ. എന്റെ ആഗ്രഹം എടുക്കാൻ വന്ന തന്നെ? ആ ഇല്ല വെറുതെ. വെറുതെ? ആ നമ്മൾ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്ന കച്ചവടം? ആറ് തമാശക്കാരനാണല്ലേ. ഡേ അയൺ ബോക്സ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു 200 രൂപ എടുക്കും. 200 രൂപ? എന്താടാ എടാ സ്പെയർ പാർട്സ് വാങ്ങിച്ചതിന്റെ പൈസയാണ് ചോദിച്ചത്. ഞാൻ പണിക്കൂലിയൊന്നും എടുത്തില്ല. 200 രൂപ എടുക്കും. തുറക്കണ്ട.
എന്നാ അല്ലെങ്കിൽ വേണ്ട. നിനക്ക് ഞാൻ ഒരു 60,000 രൂപ തരാനുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വാങ്ങിക്കണ മോശമല്ലേ അല്ലേടേ? പിന്നെ വെച്ചോ. എന്നാ പോട്ടടേ. ഓ അളിയ ആവശ്യമാണ്. കഷ്ടോടാ. ഞാൻ ചില നമ്പർ കാണിച്ച് പൈസ ഉണ്ടാക്കും. മനസ്സിലായി. ആ. സാറിനെ കാണാവരില്ലല്ലേ 5 പൈസയിലല്ലേ കയ്യില്? പൈസ ഉണ്ടോന്ന് ചോദിച്ചാ ചായ കുടിക്കാൻ 100 രൂപ. ഇവിടെ വല്ലവന്റെ ഉറി തൂങ്ങിയാണ് ഞാൻ ജീവിക്കണം. നീ എൻ്റെ പടാ പറയിപ്പിക്കാതെ ചെറുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് പടാ. എങ്ങോട്ട്? എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാ. ചെറുക്കാൻ പറഞ്ഞു. അതാരാ അച്ഛനോട് പിന്നെയും വന്ന് സംസാരിച്ചേ? അരെ അതാരാ ഒന്ന് സംസാരിച്ചെന്ന്? അതൊരു വഴിപോക്കായി. വഴിവാക്കന്മാരോട് കഥയും പറയും നിൽക്ക. എന്താ ആ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ശരി, ശരി. അകത്തെറിയോ? ആ നീ ഇങ്ങനെ പെടാത്ത്. നമുക്ക് രണ്ടുപേർക്കും പോവാല്ലേ? ഡൈ നിന്റെ പ്രായത്തിലേ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. അപ്പൂപ്പന് പോകാൻ അത്രയും വൃത്തിയടാ. കയറി വേടാ, അതുവഴി വേടാ. ഇങ്ങനെ കയറി ഇതൊഴി. ഇപ്പോഴേ തുടങ്ങി മതിലാട്ടം. വാ, അച്ഛൻ്റെ മോനല്ലേ. അമ്മ അകത്തേല് ജ്യൂസ് ഇരിപ്പുണ്ടാ? ഉണ്ട് പൈപ്പില്. ഇപ്പൊ ചെന്ന പൈനാപ്പിൾ ഇട്ടു, കുറച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ആവും. ഓ, എന്തെങ്കിലും കുടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളിച്ച കോമഡി. പിന്നെ അംബാനിയുടെ മോനല്ലേ, ദാഹിക്കുമ്പോ ജ്യൂസ് കുടിക്കാൻ വേണേ പോയി പച്ചവെള്ളം എടുത്ത് കുടിക്കി. അമ്മ എനിക്കൊരു 5000 രൂപ വേണം. എന്തിനാ? എനിക്ക് ഈ അടുത്ത് ഡാൻസിന്റെ ഒരു കോമ്പറ്റീഷൻ, അതിന് കുറച്ച് കോസ്റ്റ്യൂം എടുക്കണം. അമ്മ എന്തിനു നോക്കി പേടിപ്പിക്കണ? അമ്മയ്ക്ക് അറിയാലോ ഡാൻസിന്റെ അത് പ്രോഗ്രാം കഴിഞ്ഞാൽ ആ പൈസ അതുപോലെ തിരിച്ചുകൊണ്ട് തരുന്നു. എപ്പോഴാ വേണ്ടേ? മോസ്റ്റ് പ്രോബ്ലി ഇന്ന് വൈകിട്ട് 6 മണിക്ക് പോകാനാ പ്ലാൻ. അപ്പോൾ ഇന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. എൻ്റെ ബാഗിലൊരു 4000 രൂപ കാണുമായിരിക്കും. ആ ഒരു കാര്യം ചെയ്യും, ATM ൽ നിന്ന് 1000 രൂപ എടുക്ക്. ആ. ബാഗ് എടുത്തുണ്ടോ? ആ ഓക്കെ. അമ്മ 4000. 1000 എടുക്കാൻ പാടില്ല കേട്ടാ. ഓ ശരി. ബാഗ് നോക്ക്. എന്ത് 5000 നിർത്തിയത്? ഒരു 5000 രൂപ കൂടെ കൊടു വഴിച്ചെലവിന്. മോളും ചോദിച്ചല്ല എന്തോ ഡ്രസ്സ് എന്തോ എടുക്കണമെന്ന്. അവൾക്കും കൂടെ ഒരു 5000 രൂപ വാരിക്കോരി കൊടു. അവക്കും കൊടുക്കാൻ പോവാ വാരിക്കോരി. എന്തേ? ഇവിടെ സ്വന്തം കെട്ടിയവൻ ഒരു 35,000 രൂപ ചോദിച്ചപ്പം ഇല്ല. അവന് ഞാൻ പൈസ കൊടുത്താ പ്രോഗ്രാം കഴിയുമ്പോൾ അവൻ അതിൽ കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരും. അതുകൊണ്ട് അവന് കൊടുക്കണേ. ആ എനിക്ക് തന്നാൽ ഞാനും തരും, ലാഭം കിട്ടുമ്പോ പ്രോഫിറ്റ്. ആ ലാഭം കിട്ടുമ്പോ പ്രോഫിറ്റ് ആയിരിക്കും ബാക്കി കൊടുക്കാനുള്ള 60,000 രൂപ. അതാര് തരും? എനിക്ക് ബാല് തരുമോ? ഇവിടെ ഓരോരുത്തരും ഓരോ സാധനവും റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അത് കൊളോക്കും. പിന്നെ അവർക്ക് ഞാൻ കൊടുക്കണം 5000 10,000 ഒക്കെ ആയിട്ട്. അതും തരുമായിരിക്കും അല്ലേ? അതൊന്നും കൂടാതാണ് ഇപ്പൊ 35,000. നീ പറയടി, കണക്ക് പറ റോഡിൽ ചെന്ന് പറ, വിളിച്ച് പറ. 10 രൂപ കിട്ടും നിന്റെ സാമർത്ഥ്യം. എടാ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ ഇവിടെ തന്നെ ചെലവാക്കണത്. എനിക്ക് വേറെ ഭാര്യയും മക്കളൊന്നുമില്ല. ആ എനിക്ക് സംശയമുണ്ട് വേറെ ഭാര്യ മക്കളും ഉണ്ടോന്നിപ്പോ. അമ്മ അനാവശ്യം പറയാതെ മിണ്ടാണ്ടിരിക്കണ്ടോ? അവൾ അനാവശ്യം പറയട്ടടാ. ഈടായിട്ട് അവളെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാണ്. ബാലു ദേഷ്യം വരുമ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ബാലു എന്ത് പറഞ്ഞാലും ഞാൻ അത് തമാശയായിട്ടല്ലേ എടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാനിപ്പോ എവിടെ പോവും 35,000 രൂപയ്ക്ക് പെട്ടെന്ന് ചോദിച്ചാല്? അയ്യോ നീ ഒരിടത്തും പോണ്ട, എനിക്ക് നിന്റെ പൈസ വേണ്ട. അല്ലേലും തരില്ല, അത് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാടി നിനക്കെന്നെ വേണ്ട. എന്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടെ വിഷം നന്ന് എന്നെ കൊല്ല്, എന്നിട്ട് ആ പൈസ വാങ്ങിച്ച് തള്ളേ മക്കളും കൂടെ അങ്ങ് സൂചിച്ചോ. സംസ്കാരമില്ലാതെ സംസാരിക്കരുത്. കഴിച്ചുകൊണ്ട് സംസാരിക്കണടി. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? കൈ പിടിച്ച പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടി. അമ്മേനെ കൈ പിടിച്ച അമ്മേനെ കൈ പിടിച്ച അമ്മേനെ കൈ. അച്ഛനെ തള്ളിയിടുന്ന നീ അച്ഛനെ തള്ളിയാടാ? അമ്മ അത് അറിയാതെ സ്ലിപ്പായി പോയി. ഞാൻ മനഃപൂർവ്വം ചെയ്യും അമ്മയ്ക്ക് തോന്നുന്നു. അച്ഛാ ഞാൻ അറിയാതെ തള്ളിയതാ അച്ഛാ. പിന്നെ അമ്മേനെ അച്ഛൻ അങ്ങനെ ചെയ്യണ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. പോട്ടടാ, അറിയാതെയല്ലേ. അച്ഛന് പെട്ടെന്ന് വിഷമം വന്നു. ക്ഷമിക്കിച്ച്. ഞാൻ പണ്ട് എൻ്റെ അമ്മ അച്ഛൻ അടിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഇതുപോലെ പിടിച്ച് തള്ളിയിട്ടുണ്ട്.
അമ്മമാര് സങ്കടപ്പെടണ കണ്ട ഒരു മക്കളും സഹിക്കില്ല കേട്ടാ. പോട്ടെ. ആ മതി 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 മതി. സോറി സോറി ഇത്? സോറി. ആ ബാലുവിന് 35,000 രൂപയല്ലേ ബിസിനസ് തുടങ്ങാൻ വേണ്ടത്? ആ ഇതാ ഇതുകൊണ്ട് പണയം വെച്ചോ. ശേ ഇതൊന്നും വേണ്ട. 35,000 കൂടുതൽ കിട്ടും. ഇല്ല ഇല്ല, ഞാൻ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തു. വേണ്ട, ഞാനത് ക്യാൻസൽ ചെയ്തു. ശേ അങ്ങനെയൊന്നും പറയല്ലേ, പരാജയപ്പെടാണ്ടിരുന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. പരാജയപ്പെടില്ല, ബാലുവില്ലേ ചെയ്യണേ, ഇവിടെ പരാജയപ്പെടാൻ അല്ലേ? പക്ഷെ അത് നടക്കില്ലല്ലോ. എന്ത് അത് മുക്കുകൊണ്ടോ അല്ലേ? പോലെ കിടന്ന് മോഹിപ്പിക്കുകയും ചെയ്ത് അവസാനം മുക്കുകൊണ്ട കുറച്ചു പേരെ പറഞ്ഞതോ സെഞ്ചി അടിച്ചിട്ട്. അത് അപ്പോഴത്തെ മൂട്ടിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇല്ലടാ. എന്നാ പിന്നെ കൊണ്ട് പണയം വെച്ചോ. എന്നാ പിന്നെ പണയം വെച്ചോ. ഈ മുക്ക് കൊണ്ടോ മുക്കൊണ്ടോ എന്നല്ല, ഇത് സ്വർണ്ണം തന്നെയാണ്. ഇത് പണ്ട് എന്റെ മാല തന്നെയാ, ഓർമ്മയില്ലേ? സ്വർണ്ണം? ഇത് പഴയ മാലയില്ലേ ബാലു? ആ ഇതിന്റെ പഴയ മാല അല്ലേ? ഇതോടെ ഞാൻ രക്ഷപ്പെടും. ഞാൻ ഈ മാലയെ പിടിച്ചു കയറും. നോക്കും. രക്ഷപ്പെട്ടാ മതി, രക്ഷപ്പെട്ടാ മതി. രക്ഷപ്പെടാതെ എവിടെ പോയി? ബാലു ആ പാളിയാ ഇസ്തിരിപ്പെട്ടി നല്ല ചൂടാവക്കാം. എന്ത് ചൂടാവത്തെന്ത്? അല്ല ചൂടാവുന്നുണ്ട്, നല്ല ചൂടാവണെന്ന്. അവിടെ അല്ലടേ അമർത്തേ. ആ കറക്റ്റാ ശരിയാക്കി കേട്ടോ. അത് സംഭവം കൊള്ളാം, നല്ല ചൂടുണ്ട് ഇപ്പോൾ. എന്താ എന്ത് ചൂടാവത്തെന്ത്? നല്ല ചൂടാ, എടുത്തു നോക്കൊന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാം. പിടി ചൂടാവണ്. ആ ഇപ്പൊ പിടിയേ ചൂടാവണുള്ളൂ, അടി ചൂടാവണില്ല. അവൻ ശരിയാക്കി തന്നത്. ഓവർ ഹീറ്റ് ആണടാ, അതാണ്. ആ ഓവർ ഹീറ്റ് തന്നെ. മര്യാദയ്ക്ക് ശരിയാക്കി പോയി അങ്ങോട്ട്. ഇനി ഇത് ഉപയോഗിക്കാൻ കൊള്ളൂലല്ലേ? ഉപയോഗിക്കാൻ പറ്റും, മറ്റേ സാധനം മാറ്റിയിട്ടാ മതി. ജപ്പാന്റെ സാധനമായിരുന്നു. ജപ്പാന്റെ സാധനം ഇതിനകത്ത് കാണും, ഈ പെട്ടിക്കകത്ത്. നീ ഏതോ പൊട്ട സാധനം വാങ്ങിച്ച് അതിനകത്തിട്ട്. ഇത് ലോക്കലടാ. മറ്റേത് സാധനം ക്വാളിറ്റി കൂടി പോയി. അപ്പൊ ഇതുമായിട്ട് മാച്ച് ആവൂല, അതാണ് പ്രശ്നമായത്. മൊത്തം ഒരു പൊട്ടിത്തെറിക്കാത്ത ഭാഗ്യമായി പോയി. നീ എന്തിനാണ് ഈ ലോക്കൽ സാധനങ്ങൾ? സാറേ അതെ സാധനം കൊണ്ടുണ്ട്. ആ ഷുഗറേ വാടാ. ഇവിടെ ഉണ്ട്. കയറ്റി പോയി, അത് കയറ്റി പോയി. അങ്ങോട്ട് വാ, പിടിക്കും ഒറ്റക്ക് പറഞ്ഞു. എന്തൊരു സാധനം ഇവിടെ? നീ കണ്ടോ? നീ കാണടാ. നിന്റെ അടുത്ത് ഞാൻ 35,000 ചോദിച്ചപ്പോഴേ നീ തന്നില്ലല്ലേ? നീ കാണ്. ഇതൊക്കെ എവിടുന്നേ? ലാഭമല്ലേ സാറേ? 35,000 ഇതല്ലോ. 35,000 രൂപ? എടാ 35,000 രൂപയ്ക്ക് ഇത് കൊള്ള ലാഭോടാ. ഇതൊക്കെ ഗൾഫ് സാധനമാണെന്നാണ് തോന്നുന്നത്. ഉപയോഗിച്ചാണെന്ന് പറയില്ല. ചുമ്മാ ചമഞ്ഞ് നടന്നാ പോരാ. കണ്ടേ ബുദ്ധി കാണാ, ബുദ്ധി. നിന്റെ സമയം സമയോടാ. എടുത്തു പോയി. അതുണ്ടോ? പൈസ കിട്ടാൻ എനിക്ക് പോകണം, സമയമില്ല. ആ പൈസ തരടാ. പിന്നെ ആ ഇതുപോലത്തെ സാധനങ്ങളെ ആ വേറെ വരികയാണെങ്കിൽ എന്നെ കൂടെ അറിയിക്കണേ. ഓ ഷുഗറേ, ഇതുപോലത്തെ സാധനം വരണമെങ്കിലേടാ ഇവനെ അറിയിക്കണേ. ആ പിന്നെ തീർച്ചയായും. അതെടുത്ത് പോയി. അളിയാ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത സാധനം വരുമ്പോൾ നിന്നെ അറിയിക്കും. ഞാൻ പോട്ടെ എന്നാ. ഓ തിരടാ. മാർക്കും കാലം. നീ വിചാരിച്ചില്ലല്ലേ ഇങ്ങനെ ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചില്ല. എന്നെ സമ്മതിക്കറേ, നിന്റെ ടൈം ബെസ്റ്റ് ടൈം. ഹലോ ആ ഷുഗറേ, ഡേയ് അവൻ നിന്റെ പിറയെന്ന് പറഞ്ഞോണ്ട് കേട്ടാ. എടാ വെറും 35,000 രൂപ ചോദിച്ചപ്പം തന്നില്ലടാ. അവന് ഇതുപോലത്തെ സാധനം വേണമെന്ന്. അല്ലേ കൊടുക്കല്ലടാ. ഓ കള്ള നായിന്റെ മോനെ. നീ ഇവിടെ നിൽക്കുമെന്ന് അറിയായിരുന്നു. നീ എന്നെ ഞാൻ വിളിച്ചത്. എടാ എനിക്കറിയാം നീ ഇവിടെ കാണും. നീ ആരും എനിക്കറിഞ്ഞൂടെ? ആ എന്തായാലും കൊണ്ടാട് പോ, ഞാൻ പോണം. ചുമ്മാ വിളിച്ചാണ് കേട്ടാ. ആണ്ടെ ഇതിൽ അങ്ങോട്ട് ആണ്ട ഇതിലൊന്നുമില്ല, ഇൻകമിങ് ഔട്ട് ഗോയിങ് ഒന്നുമില്ല. ഞാൻ വെറുതെ നീ നിൽക്കണോണ്ട് വിളിച്ചത്. അല്ലേ ചെൽ ഇത് ഞാൻ റെഡിയാക്കി വയ്ക്കാം. അല്ലേ അത് കളിക്കല്ലേ, അവിടെ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. ഇതെന്താ ഇത്? എന്തൊക്കെ സാധനങ്ങളാ അമ്മ ഇത്? അമ്മ ഇതല്ല
നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി വിറ്റാലും 50,000 രൂപ കിട്ടും. ഇപ്പം മനസ്സിലായ 35,000 രൂപ എന്തിനാണ് വാങ്ങിച്ചതെന്ന്? ഇത് എവിടുന്ന് ഇത്? അത് സസ്പെൻസ്. ഞാൻ 2-3 പേരുടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നല്ല വിലയ്ക്ക് എടുക്കാൻ ആളിപ്പോൾ വരും. പറഞ്ഞു തീർന്നില്ല, ആളെ ഒന്നില്ലേ. പോലീസ് എന്തിനാ പോലീസ്? താനം വാങ്ങിക്കാൻ വന്നേ. ആരാണ് ഈ ബാലു? ആരാണ് ഈ ബാലു? ഞാനാണ് സാർ. എന്താ സാർ കാര്യം? കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നോക്കാൻ വന്നതാണ്. ആർക്കാണ് സാർ? എനിക്ക് തന്നെയാണ്, വീട്ടാവശ്യത്തിനാണ്. ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാർ. വരണം സാർ. സാർ പ്ലീസ് സാർ, പ്ലീസ്. ഒരുപാടുണ്ടല്ലോ അത്. ഇതിന് എന്ത് വില വരും? സാർ ഒരു 60,000 രൂപ വരും. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? സാർ എൻ്റെ ഫ്രണ്ട് ഗൾഫിലാണ്. അയാൾ അവിടെ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. നിങ്ങളുടെ ഗൾഫിലെ എഞ്ചിനീയർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ ബാ. ബാ, ബാ. സർ. നീലു, നീലു, നീ കാര്യം പറ. അയ്യോ സർ. കേറാ വണ്ടിയില്. സർ, വേണ്ട സർ. സർ. കേറാ. നീലു, നീ കാര്യം പറ. സർ, സർ, എന്റെ ഭർത്താവ് നിരപരാധിയാണ് സർ. അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല. ഞാൻ കുടുംബക്കാരാ. പ്ലീസ് സർ. അതൊക്കെ തീരുമാനിച്ചോളും. നീലു, നീ ഒരു കാര്യം ചെയ്യ്. ഇത് പൈസ അധികം ചെലവാകും. കുട്ടൂനെ വിളിച്ച് പറ എന്നെ ജാമ്യത്തിറക്കാൻ. കുട്ടൂനെ വിളിച്ച് പറ. മോഷണ കേസാണ്. തൊണ്ടി മുതലോടെ പിടിച്ചൊക്കെയാണ്. സാർ വിട്, ഞാൻ കയറാം. സാർ വിട്. സാർ ഞാൻ വിട്. സാർ ഞാൻ വിട്. ഞാൻ കയറട്ടെ സാർ. ഇത് പറയണേ. നീല പിടിച്ച് പറ. പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ. എന്താണ് സവാരി പ്രശ്നം? അയ്യോ, എങ്ങനെ അന്വേഷിക്കും? എന്താ എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? എവിടെ? മക്കളെ അച്ഛനെ കൊണ്ടുപോകണോ? അച്ഛനെ കൊണ്ടുപോകണോ? എന്താ അന്യായം കാണിക്കണേ? എന്താ അന്യായം കാണിക്കണേ? അച്ഛനെ പോലീസ് കൊണ്ടുപോകണോ? എന്റെ ഭാര്യ എവിടെ ഇല്ല. അവന്റെ അന്യായം എന്താന്ന് പറയുന്നത് കേരള. എന്റെ ഭാര്യ എവിടെ ഇല്ല. ഭാര്യ എവിടെ ഇല്ല. ഭാര്യ എവിടെ ഇല്ല. സർ, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പറയാം നമുക്ക്. അയ്യോ, എന്നെ കൊണ്ടുപോണേ. അയ്യോ, 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 മക്കളെ, 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 അയ്യോ.